വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിലായിട്ട് നമ്മൾ 34th ക്വസ്റ്റ്യൻ വരെ അല്ലേ അതിൻ്റെ ആൻസേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 35th ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് യുവർ ഫ്രണ്ട് ഇൻ എ ഹോസ്പിറ്റൽ ഹു വാസ് ഇൽ ആൻഡ് അഡ്മിറ്റഡ് ഫോർ 2 days. ഓക്കെ, എന്താണ് ഇതൊരു നമ്മളുടെ ഒരു ലോജിക്ക് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ അസുഖം ബാധിച്ച് അഡ്മിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നമ്മളുടെ സുഹൃത്ത്. അങ്ങനെ അസുഖം ബാധിച്ച് 2 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്ന ഒരു സുഹൃത്തിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ കാണാൻ പോയപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു അനുഭവക്കുറിപ്പ് എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സന്ദർഭ സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളൊരു നമ്മളുടെ ഒരു അനുഭവം നമ്മളിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ നമുക്കൊരു നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് എഴുതാം. നമുക്ക് വായിക്കാം, നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ സ്വയം നമ്മളുടെ ഇങ്ങനെ ഒരു സന്ദർഭം തരും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനനുസരിച്ച് ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒരു ഇത് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇമെയിൽ ഉണ്ടാക്കാനും കത്തെഴുതാനും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ തരും. എന്നിട്ട് അതിനനുസരിച്ച് ആ ഒരു ഇത് വായിക്കുക, നല്ലപോലെ ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സംഭവങ്ങൾ കത്താണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ച് നമ്മൾ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ എഴുതുക. അതേപോലെ ഇവിടെ നമ്മളുടെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ 2 ദിവസത്തോളം അസുഖം ബാധിച്ച് അവിടെ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ടിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ആസ് ഐ വാക്ക്ഡ്. ഇപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ ഇവിടെ ഒരു ക്വസ്റ്റിന് ഇങ്ങനൊരു ആൻസർ നമുക്ക് നോക്കാം. As I walked into the hospital room, I was greeted by the familiar smile of my friend, despite the weakness etched on his face. I felt a mix of emotions, concern for his health, relief that he was receiving proper care and happiness to see him. I approached his bedside and we exchanged warm greetings. I could see the appreciation in his eyes of my visit, which made me feel glad that I could be there for him. As we chatted, I noticed the beeping of machines and the faint smell of disinfectant in the air. The hospital room was sterile and functional, but my friend's presence made it feel more welcoming. We talked about his condition and I listened attentively as he described his symptoms and the treatment he was receiving. I offered words of encouragement and support, letting him know that I was there for him and that he would get through this. അപ്പം ആദ്യത്തെ ഒരു 2 പാരഗ്രാഫ് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഹോസ്പിറ്റൽ റൂമിലേക്ക് നടന്നെടുത്തപ്പോൾ എൻ്റെ സുഹൃത്ത് അവരുടെ അസുഖം ബാധിച്ച് കിടക്കുകയാണെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ അവനെ എനിക്ക് പരിചിതമുള്ള ആ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി തന്നെ അവൻ എന്നെ എന്ത് ചെയ്തു, ക്ഷണിച്ചു, സ്വീകരിച്ചു. അവിടെ കിടന്ന് ചിരിക്കുകയാണ്. അതായത് ആ സുഹൃത്ത് തന്നെ കാണാൻ വന്നില്ല, അസുഖം ബാധിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ കാണാൻ വരുമ്പോൾ ആ ഒരു സന്തോഷം അവൻ ആ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് അപ്പോഴും അവനെ അവനെ വരവേൽക്കുന്നത്. അപ്പോൾ ഇവിടെ അനുഭവം പറയണം അപ്പോൾ നമ്മളിങ്ങനെ എഴുതാണ് നമ്മളുടെ ഞാൻ ഹോസ്പിറ്റൽ റൂമിലേക്ക് ചെന്നതും എൻ്റെ ഫ്രണ്ട് അവൻ്റെ ആ പതിവ് പോലെ തന്നെ അവൻ ആ ഒരു പുഞ്ചിരിയോട് കൂടി എന്നെ സ്വീകരിച്ചു. അവൻ്റെ ആ ഒരു ദൗർബല്യം അവൻ്റെ അസുഖങ്ങളും കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു വയ്യായ്മയൊന്നും അവൻ്റെ മുഖത്ത് കാണിക്കാതെ അതൊന്നും ഇല്ലാതെ തന്നെ അവന് പെട്ടെന്ന് എന്നെ കണ്ടപ്പോണ്ടായ ഒരു സന്തോഷം അവൻ പ്രകടിപ്പിച്ചു. എനിക്കാണെങ്കിൽ അവനോട് ഒരുപാട് വികാരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു എനിക്ക് അവനോട്. അതായത് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഉള്ള ആ ഒരു പരിഗണന ആ ഒരു കൺസേൺ, അതുപോലെ തന്നെ അവന് പ്രോപ്പറായിട്ടുള്ള നല്ല രീതിയിലുള്ള പരിചരണവും പിന്നെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസവും ഉണ്ട് അതേസമയം. അതുപോലെ തന്നെ അവനെ കണ്ടതിലുള്ള സന്തോഷവും എല്ലാം ഉണ്ട്. I approached his bedside and we exchanged warm greetings. ഞാൻ അവൻ്റെ ബെഡിൻ്റെ അടുത്ത് അവൻ കിടക്കുന്നതിൻ്റെ തൊട്ടരികിൽ പോയി നിന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഒരു വാം ഗ്രീറ്റിങ്സ് ഞങ്ങൾ പരസ്പരം ഒരു കുറേ നാൾ കൂടി ആ ഒരു കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു. ഐ കുഡ് സീ ദ അപ്രിസിയേഷൻ ഇൻ ഹിസ് ഐസ് ഫോർ മൈ വിസിറ്റ്. ഞാൻ അവനെ കാണാൻ ചെന്നതിൻ്റെ സന്തോഷം അവൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു.
അതെന്നെയും ഒരുപാട് സന്തോഷത്തിലാക്കി. അതായത് ഞാൻ അവന് വേണ്ടി എനിക്ക് എത്താൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ അവന് ഞാൻ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എന്നിലും ആ ഒരു സന്തോഷം അത് നിറച്ചു. പിന്നെയോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്, ആ ഒരു ഹോസ്പിറ്റൽ റൂമിലെ മെഷീൻസിൻ്റെ ശബ്ദവും അല്ലെ, അതുപോലെ തന്നെ ആ ഒരു ഡിസിൻഫെക്ഷൻ അല്ലെ മരുന്നിൻ്റെ മണവും ഒക്കെ നിറഞ്ഞു വരുന്നു ആ ഒരു മുറിയിൽ. അപ്പോൾ ഹോസ്പിറ്റൽ റൂം എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്റ്റെറൈൽ ആൻഡ് ഫങ്ഷണൽ ആയിരുന്നു. അത്രയും വൃത്തി അല്ലെ, നല്ലൊരു ഇതുള്ളൊരു അന്തരീക്ഷം ഇതായിരുന്നു. പക്ഷെ ആ ഒരു മരുന്നിൻ്റെയും അല്ലെ എല്ലാത്തിൻ്റെയും സ്മെല്ലൊക്കെ ഉള്ളൊരു അന്തരീക്ഷം. പക്ഷേ എന്താണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ ആ ഒരു പ്രസൻസ് അതെന്നെ എന്താണ് വല്ലാതെ ഇതാക്കി അല്ലേ, made me feel more welcoming. We talked about his condition. ഞങ്ങൾ അവൻ്റെ ഒരു കണ്ടീഷൻ, അവൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഞാൻ അവനെ വളരെ ശ്രദ്ധാപൂർവം അല്ലേ ഞാൻ അവനെ കേട്ടു. അവൻ്റെ ആ ഒരു രോഗലക്ഷണങ്ങളെക്കുറിച്ചും അവന് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ അവൻ സംസാരിച്ചു. ഐ ഓഫേർഡ് വേർഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. ഞാൻ അവന് ധൈര്യം പകർന്നു, ഞാൻ അവന് കുറേ സപ്പോർട്ട് ചെയ്തു. ലെറ്റിംഗ് ഹിം നോ ദാറ്റ് ഐ വാസ് ദെയർ ഫോർ ഹിം ആൻഡ് ദാറ്റ് ഹി വുഡ് ഗെറ്റ് ത്രൂ ദിസ്. അതായത് ഞാൻ അവന് വേണ്ടി ഞാനുണ്ട് അവൻ്റെ കൂടെ എന്നൊരു ബോധ്യം ഞാൻ അവനിൽ നിറച്ചു. ഞാൻ അവനെ വാക്കുകൾ കൊണ്ട് ഞാൻ ഒരുപാട് ആശ്വസിപ്പിച്ചു. അവന് ഞാനുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ അവനെ ബോധ്യപ്പെടുത്തി. പിന്നെയോ എത്രയും പെട്ടെന്ന് ഈ അസുഖമൊക്കെ മാറി അവൻ പഴയ പോലെ ഉഷാറായി വരും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ അവന് കൊടുത്തു അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ഐ നോട്ടീസ്ഡ് ദ വേരിയസ് ട്യൂബ്സ് ആൻഡ് വയേഴ്സ് കണക്റ്റഡ് ടു ഹിസ് ബോഡി. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവൻ്റെ ആ ഒരു ശരീരത്തിലാകെ മൊത്തം എല്ലായിടത്തും വല്ല ട്യൂബുകളും വയറുകളൊക്കെ വയേഴ്സും ട്യൂബൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ സോബറിംഗ് റിമൈൻഡർ ഓഫ് ദ ഫ്രജിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് വൺസെൽസ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ആ ഒരു നമ്മളുടെ ആരോഗ്യം അല്ലെ, ഒരാൾ സ്വയം എന്താണ് സംരക്ഷിക്കേണ്ടത്, നമ്മളുടെ ശരീരം ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എത്രത്തോളം, നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കേണ്ടത് അല്ലെ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നി അവൻ്റെ ആ ഒരു ശരീരം കണ്ടപ്പോൾ. ഓക്കെ, പിന്നെ അവർ കോൺവെർസേഷൻ ഫ്ലോഡ് ഈസിലി ആൻഡ് വി ഈവൻ മാനേജ് ടു ഷെയർ എ ഫ്യൂ ലാവ്സ്. അപ്പം ഞങ്ങളുടെ ആ ഒരു സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. ഞങ്ങൾ ഒരുപാട് അല്ലെ ആ ഒരു അസുഖമോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊന്നും ഒക്കെ തൽക്കാലം ഒന്ന് മറന്നുകൊണ്ട് ഞങ്ങൾ കുറേ നേരം കുറേ തമാശകളൊക്കെ പങ്കുവെച്ച് കുറേ ചിരിച്ചു. ഇറ്റ് വാസ് എ കംഫർട്ടിങ് ഫീലിംഗ്. അപ്പം ഞാൻ അവൻ്റെ കൂടെ ഉള്ളത് ഒരു തരത്തിൽ അവനൊരു ആശ്വാസമായിരുന്നു, ഒരു ആശ്വാസം എന്ന പോലെ ഒരു കംഫർട്ട് ഫീൽ ആയിരുന്നു. നോയിങ് ദാറ്റ് ഈവൻ ഇൻ എ ഡിഫിക്കൽട്ട് ടൈം അവർ ഫ്രണ്ട്ഷിപ്പ് വുഡ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് നോർമൽസി ആൻഡ് ജോയ്. അതായത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ആ ഒരു സമയത്ത് പോലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു സന്തോഷം പകരാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്താൻ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് സാധിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു കംഫർട്ട് ഫീൽ തന്നെയാണ്. ആസ് ഐ പ്രിപ്പയർഡ് ടു ലീവ്, അപ്പം ഞാൻ പോകാൻ നേരം എൻ്റെ ഫ്രണ്ട് എന്താണ്, മൈ ഫ്രണ്ട് താങ്ക്ഡ് മീ ഫോർ വിസിറ്റിംഗ്. എൻ്റെ സുഹൃത്ത് ഞാൻ അവനെ വന്ന് സന്ദർശിച്ചതിൽ അവൻ്റെ നന്ദി അവൻ എന്നോട് പ്രകടിപ്പിച്ചു, അവനതിൽ താങ്ക്സ് പറഞ്ഞു. ആൻഡ് എക്സ്പ്രസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ സപ്പോർട്ട്. മാത്രമല്ല ഞാൻ എൻ്റെ സപ്പോർട്ടിന് അവൻ എന്നോട് നന്ദി പറഞ്ഞു. ഐ റീഅഷ്വേർഡ് ഹിം ദാറ്റ് ഐ വുഡ് ബി ബാക്ക് ടു വിസിറ്റ് അഗെയിൻ സൂൺ. ഞാൻ അവന് വീണ്ടും ഉറപ്പ് കൊടുത്തു ഞാൻ വീണ്ടും അവനെ കാണാൻ വരും എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഹി വാസ് നോട്ട് അലോൺ ഇൻ ഹിസ് റിക്കവറി. അവന് ആ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവറായി വരാൻ അവൻ തനിച്ചല്ല, അവൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അവന് ഉറപ്പ് കൊടുത്തു. ആസ് ഐ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ റൂം ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നോയിങ് ദാറ്റ് I had been able to provide some comfort and companionship to my friend during a challenging time. അപ്പോൾ ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ റൂമിൻ്റെ പുറത്തേക്ക് കടന്നപ്പോൾ എനിക്കൊരു ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു സംതൃപ്തി ഒരു ഫീൽ എനിക്ക് കിട്ടി. കാരണം അതായത് ഞാൻ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും എനിക്ക് എൻ്റെ സുഹൃത്തിനെ ചെന്ന് കാണാൻ സാധിച്ചു. അവന് കുറച്ച് നേരം അവനോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും അവനൊരു ആശ്വാസം പകരാനും അവനെ ആശ്വസിപ്പിക്കാനും അവന് കുറച്ച് നേരം കമ്പനി കൊടുക്കാനും ഒക്കെ അവന് വേണ്ട സപ്പോർട്ട് ആശ്വാസം പകരാനൊക്കെ എന്നെ കൊണ്ട് പറ്റി എന്നുള്ളത്, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അത് എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അതെ ആ ഒരു അത്തരം ഒരു വെല്ലുവിളി നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകുമ്പോഴും എനിക്ക് അവനെ ചെന്നൊന്ന് കാണാൻ സാധിച്ചു. എനിക്ക് അവനെ ഒന്ന് മോറൽ അല്ലെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ ചെന്ന് സുഹൃത്തിനെ കണ്ട ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് 36th ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കൊരു ലെറ്റർ ടു ദ എഡിറ്റർ ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തതും എന്താണ് ലെറ്റർ ടു ദ പ്രിൻസിപ്പൾ ഓഫ് എ സ്കൂൾ. രണ്ടും ലെറ്റർ എഴുതാനാണ്, സന്ദർഭം മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് 36ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ എന്താണ്, യു ആർ
Vishal living at 14 Lhasa Grand Society, Pune. The pond in the nearby area is getting polluted by people disposing all the garbage and it is causing diseases for the residents of the society. Write a letter to the editor of a daily newspaper regarding the same. Okay, അപ്പോൾ എന്താണ് നമ്മളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ പേര് വിശാലാണ്. ഓക്കെ, പേരും അഡ്രസ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് നമ്മളുടെ ആ ഒരു പരിസരത്ത് നമ്മൾ താമസിക്കുന്ന ആ ഒരു പരിസരത്ത് നമ്മളുടെ എന്താണ് നിയർ ബൈ ഏരിയയിലുള്ള ഒരു കുളം, അവിടെ എന്താണ് ഈ ആളുകൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ആ വെള്ളം ആകെ മലിനമായിട്ടുണ്ട്, പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അവിടുത്തെ റെസിഡൻസിനൊക്കെ അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത്, ആ ഒരു പരാതി എന്ന നിലയിൽ എന്താണ് നമ്മൾ ആ ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് ഒരു കത്ത് എഴുതാണ്. എനിക്ക് കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആദ്യത്തെ ചോദ്യം. ഒന്നുകിൽ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത എന്താണ്, അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാം. എന്താണ്, യു ആർ അനീഷ്, എ സ്റ്റുഡൻറ് ഓഫ് HSP പബ്ലിക് സ്കൂൾ ന്യൂഡൽഹിയിലെ HSP പബ്ലിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ. അനീഷ് എന്നാണ് പേര്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ, ആ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൾക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലൈനിങ് to him about the shortage of drinking water supply in the school. അതായത് സ്കൂളിൽ ആ ഒരു ശുദ്ധജല വിതരണം അതിൻ്റെ ആ ഒരു ഷോർട്ടേജ് അല്ലേ, ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ കുറവാണ് എന്ന് അതിനെക്കുറിച്ചുള്ളൊരു പരാതി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾക്ക് ഒരു കത്ത് എഴുതാനാണ്, ഒരു പരാതി കത്താണ് അടുത്ത ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തേതാണ് അറ്റൻഡ് ചെയ്യുക. ഒരു ലെറ്റർ ടു ദ എഡിറ്ററാണ്, ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്കാണ് കത്ത് എഴുതുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മളുടെ ഫ്രം അഡ്രസ്സ്, ഓക്കെ, വിശാൽ 14 ലാസ ഗ്രൗണ്ട് സൊസൈറ്റി, പൂനെ. പിന്നെ നമ്മൾ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഡേറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, ദെൻ എഡിറ്റർ, ആ ഒരു ന്യൂസ് പേപ്പർ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഏതാണോ ന്യൂസ് പേപ്പർ, ജസ്റ്റ് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര് കൊടുക്കുക, പൂനെ. ഓക്കെ, അപ്പോൾ ഫ്രം അഡ്രസ്സായി, ടു അഡ്രസ്സായി. ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. പൊല്യൂഷൻ ഓഫ് ദ നിയർ ബൈ പോണ്ട്, എ ഹെൽത്ത് ഹസാർഡ് ഫോർ റെസിഡൻസ്. വിഷയം, എന്ത് വിഷയത്തിനാണ് നമുക്ക് പരാതി ഉള്ളത്? പൊല്യൂഷൻ ഓഫ് ദ നിയർ ബൈ പോണ്ട്, അല്ലെ പരിസരത്തുള്ള സമീപ പ്രദേശത്തുള്ള ഒരു കുളം, എന്താണ് അതിൻ്റെ ഒരു മലിനീകരണം, ആ ഒരു പോണ്ടാകം പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽത്ത് ഹസാർഡ് ഫോർ റെസിഡൻസ്, താമസക്കാർക്ക് അത് ഒരു എന്താണ് അവരുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ഇനി നമ്മൾ എഴുതണ ഒരു ബോഡി ഇങ്ങനെയാണ് വരിക. ഡിയർ സർ ഓർ മാഡം. ഓക്കെ, ഐ ആം റൈറ്റിംഗ്. അപ്പോൾ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം, ഡിയർ സർ എന്ന് കൊടുത്താൽ മതി, ഏതെങ്കിലും ഒന്ന്. ഓക്കെ, ഒന്നെങ്കിൽ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം, ഏതെങ്കിലും ഒരു സല്യൂട്ടേഷൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ എ പ്രസിംഗ് കൺസേൺ ദാറ്റ് അഫക്ട്സ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ റെസിഡൻസ് ഓഫ് ലാസ ഗ്രാൻഡ് സൊസൈറ്റി ഇൻ പൂനെ. പൂനെയിലെ ലാസ ഗ്രാൻഡ് സൊസൈറ്റിയിലെ താമസക്കാരുടെ ആ ഒരു ആരോഗ്യം അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. The pond in the nearby area has become a dumping ground for garbage, leading to severe pollution and contamination of the water body. അപ്പോൾ ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ഒരു കുളത്തിലെ ആളുകൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഗാർബേജ് നിരന്തരം ഡിസ്പോസ് ചെയ്യുന്നത് കാരണം അതെന്താണ്, ഒരു ആകെ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് ആ വെള്ളം. അപ്പോൾ അത് എന്താണ്, ഒരുപാട് ആ പൊല്യൂഷനും ആകെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്, പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് ആ ഒരു വാട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് അമംഗ് ദി റെസിഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ താമസക്കാരിൽ അസുഖങ്ങൾ പടരുന്നുണ്ട്. പെർട്ടിക്കുലർലി ചിൽഡ്രൻ ആൻഡ് ദി എൽഡർലി, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ അസുഖം ബാധിക്കുന്നുണ്ട്. ദ സ്റ്റെഞ്ച് ഫ്രം ദി പോണ്ട് ഈസ് അൺബെയറബിൾ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് വരുന്ന നാറ്റം എന്ന് പറയുന്നത് അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തത്ര നാറ്റാണ്, സ്മെല്ലാണ് വരുന്നത്. കാരണം ആ ഒരു കുളത്തിൽ ഇങ്ങനെ എല്ലാവരും ഗാർബേജ് അല്ലെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് ഒരു ഫൗൾ സ്മെല്ലാണ് വരുന്നത്, സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ദ മൊസ്കിറ്റോസ് ബ്രീഡിങ് ഇൻ ദ പൊല്യൂട്ടഡ് വാട്ടർ ആർ എ കോൺസ്റ്റന്റ് ന്യൂയിസൻസ്. അപ്പം മാത്രമല്ല കൊതുകുകളൊക്കെ ആ ഒരു മലിനമായിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ വന്ന് മുട്ടയിട്ട് കൊതുകുകളും പെരുകുന്നുണ്ട്. Despite repeated complaints to the local authorities, no concrete action has been taken to address this issue. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലോക്കൽ അതോറിറ്റീസിനൊക്കെ കംപ്ലൈൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പരാതികൾ പോകുന്നുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ എന്താണ് ഞാൻ അതോറിറ്റീസിനെ ഐ ഏർജ് ദ അതോറിറ്റീസ് ടു ടേക്ക് ഇമീഡിയറ്റ് മെഷേഴ്സ്. ഞാൻ നിർബന്ധിക്കുകയാണ്, ഞാൻ ഈ ഒരു അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ്. ടു ക്ലീൻ അപ്പ് ദ പോണ്ട് ആൻഡ്, അതായത് ആ ഒരു
കുളം അല്ലെ, ആ ഒരു പരിസര പ്രദേശം അത് ക്ലീൻ ചെയ്യാൻ, അത് നന്നാക്കാനും, അതുപോലെ തന്നെ ഇനി പൊല്യൂഷൻ അല്ലെ, ആ ഒരു മലിനീകരണങ്ങൾ, ആ ഒരു മലിനമാവുന്നത് അല്ലെ, അത്തരം ഒരു സാഹചര്യം, ആ ഒരു പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ തടയാനും, ആ ഒരു പോണ്ട് അതൊന്ന് വൃത്തിയാകാൻ, ആ ഒരു കുളം വൃത്തിയാക്കി ആ പൊല്യൂഷൻ തടഞ്ഞ് അസുഖങ്ങൾ പടരുന്നത് തടയാൻ ഞാൻ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, I request you to highlight this issue in your esteemed newspaper. അതുകൊണ്ട് തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്, ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഐ റിക്വസ്റ്റ് യു, ഞാൻ അപേക്ഷിക്കുന്നു, അതായത് ഈ ഒരു വിഷയം നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്തത് വാർത്ത കൊടുക്കണമെന്നത്, ന്യൂസായിട്ട് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബ്രിങ്ങിങ് അറ്റൻഷൻ ടു ദ പ്ലൈറ്റ് ഓഫ് ദി റെസിഡൻസ് ആൻഡ് ദി നീഡ് ഫോർ അർജന്റ് ആക്ഷൻ. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വാർത്ത വന്നാലേ എങ്കിലേ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു വാർത്ത എത്തുകയും അവർ ശ്രദ്ധിക്കുകയും വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുകയും ചെയ്യുള്ളൂ. സോ അതിനുവേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ശ്രദ്ധയ്ക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് സിൻസിയർലി വിശാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കത്ത് എഴുതി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റർക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് അനീഷ്. ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ സ്കൂളിലെ ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് ആണ്. ഓക്കെ, കുടിവെള്ള വിതരണം കമ്മിയാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പരാതി നമ്മൾ സ്കൂൾ പ്രിൻസിപ്പൾക്ക് എഴുതുകയാണ്, ആ ഒരു സ്കൂളിലെ സ്റ്റുഡൻറ്റ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം ആ ഒരു പരാതിക്കത്ത്? അനീഷ്, അപ്പോൾ ഫ്രം അഡ്രസ് ഇങ്ങനെയാണ്: അനീഷ്, സ്റ്റുഡൻറ്റ്, ക്ലാസ് 12. ഓക്കെ, 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനീഷ്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്, ഒന്നെങ്കിൽ അത് തന്നെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ടാവും ഇത്രാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് സങ്കല്പം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് കൊടുക്കാം. ഓക്കെ, അനീഷ്, സ്റ്റുഡൻറ്റ്, ക്ലാസ് 12, HSP പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹി. ഇമെയിൽ ID, ഫോൺ നമ്പർ, ഡേറ്റ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഇമെയിൽ ID, ഫോൺ നമ്പർ അല്ലെ, ഏതെങ്കിലും ഒരു ഇമെയിൽ ID നമ്മളപ്പം ഉണ്ടാക്കണം. ഒരിക്കലും നമ്മളുടെ യഥാർത്ഥ നമ്പറും ഇമെയിൽ ID ഒന്നും നമ്മൾ എക്സാം പേപ്പറിൽ എഴുതി വെക്കരുത്. നമ്മൾ ഏതെങ്കിലും ഈ ഒരു aneesh@yahoo.com അല്ലെങ്കിൽ aneesh@gmail.com അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പേരിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഇമെയിൽ ID അപ്പം ഉണ്ടാക്കി എഴുതിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു ഫോൺ നമ്പർ, ഒരു 10 അക്ക ഉണ്ടായാൽ മതി. ഒരു ഫോൺ നമ്പർ ജസ്റ്റ് ഏതെങ്കിലും നമ്പേഴ്സ് കൊടുക്കുക. ദെൻ ഡേറ്റ്. ഓക്കെ, then the principal, HSP പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹി. ഓക്കെ, സബ്ജക്റ്റ് എന്താണ്, വിഷയം എന്താണ്? ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഇൻ ദ സ്കൂൾ. സ്കൂളിലെ എന്താണ് കുടിവെള്ളം അല്ലെ, ആ ഒരു ശുദ്ധജല വിതരണം, അതിൻ്റെ ആ ഒരു കുറവ്. ഓക്കെ, അതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഇൻ ദ സ്കൂൾ. ഓക്കെ, ഡിയർ സർ. ഓക്കെ, പ്രിൻസിപ്പൾ സർ ആണെങ്കിൽ സർ, അല്ലെങ്കിൽ മാഡം ആണെങ്കിൽ മാഡം. ഓക്കെ, ഡിയർ സർ പറഞ്ഞിട്ട് എന്താണ്, ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് യുവർ അറ്റൻഷൻ a pressing concern that affects the health and well-being of the students and staff of HSP Public School. അപ്പോൾ HSP Public Schoolൻ്റെ HSP Public സ്കൂളിലുള്ള സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിലെയും അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വിഷയം അല്ലേ, ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യത്തെയും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഒരു വിഷയം നിങ്ങൾ പ്രിൻസിപ്പൽ സാറിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കത്ത് എഴുതുന്നത്. There is a severe shortage of drinking water supply in the school. സ്കൂളിൽ എന്താണ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ കുറവാണ്, ഒരു നല്ല ഷോർട്ടേജ് ഉണ്ട്, നല്ല കുറവുണ്ട്. വിച്ച് ഹാസ് ബീൻ പെർസിസ്റ്റിംഗ് ഫോർ സെവറൽ വീക്സ്. ആഴ്ചകളോളം ഇത് തന്നെയാണ് അവസ്ഥ. സ്കൂളിൽ വേണ്ടുവോളം കുടിവെള്ളം ലഭിക്കുന്നില്ല. But despite the school's effort to provide a conducive learning environment, the lack of access to clean drinking water is a significant hindrance. അപ്പം ഒരു പഠനാന്തരീക്ഷം, പിന്നെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പഠിക്കാനുള്ള സൗകര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും ഒക്കെ തരാനുള്ള സ്കൂളിൻ്റെ എഫേർട്ട് കാണുന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ പക്ഷെ എന്തില്ല, ആ ഒരു നല്ല എന്താണ് ശുദ്ധജല അല്ലെ, ഒരു ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം അല്ലേ, ഒരു കുടിവെള്ളത്തിൻ്റെ ശുദ്ധത അല്ലേ, അത് കുറവാണ്, അതില്ല അല്ലെ. നല്ല ക്ലീൻ ആയിട്ടുള്ള അല്ലെ, വൃത്തിയുള്ള കുടിവെള്ളം കുടിക്കാൻ ലഭിക്കുന്നില്ല. ഓക്കെ, ശുദ്ധജലം കമ്മിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമായിട്ട് എന്നെ കാണിക്കുകയാണ്. അപ്പം മിക്ക സ്റ്റുഡൻസ് അല്ലെ, മിക്ക വിദ്യാർത്ഥികളും, അതായത് ഞാൻ ഉൾപ്പെടെ മിക്ക വിദ്യാർത്ഥികളും എന്താണ് വീട്ടിൽ നിന്ന് വാട്ടർ ബോട്ടിൽസ് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അതെപ്പോഴും ഒരു നല്ല സൊല്യൂഷൻ അല്ല. എപ്പോഴും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങനൊരു അല്ലേ, നമുക്ക് സ്കൂളിലൊരു നല്ല കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിൽ അല്ലെ, നല്ലൊരു ശുദ്ധജലം പദ്ധതി നമുക്ക് നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്രയോ അല്ലെ ദൂരത്തുനിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഈ വെള്ളം ഏറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉൾപ്പെടെ പല സ്റ്റുഡൻസും എന്താ ചെയ്യുന്നത്, ഈ വാട്ടർ ബോട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഏറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും ഒരു നല്ല സൊല്യൂഷൻ അല്ല. ഓക്കെ, അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല.
then I kindly request you to look into this matter urgently and take necessary steps to ensure a steady supply of clean drinking water in the school. അപ്പോൾ ഞാൻ താഴ്മയായിട്ട് സാറിനോട് അപേക്ഷിക്കുകയാണ്, പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സാറിനോട് പ്രിൻസിപ്പൽ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അതായത് ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് അർജൻറ്റായിട്ട് തന്നെ ഇത് ശ്രദ്ധയിൽ പെടുത്തണമെന്നും അതിനും വേണ്ട നെസസറി ആക്ഷൻസ് എടുക്കണമെന്നും വേണ്ട നടപടികൾ എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അല്ല, അതിൻ്റെ ഒരു ശുദ്ധജലത്തിൻ്റെ ഒരു ശുദ്ധജല വിതരണത്തിൻ്റെ ഒരു സപ്ലൈ അല്ലെ, ആ ഒരു ശുദ്ധജല വിതരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ, സ്കൂളിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദിസ് വുഡ് ഗ്രേറ്റ്ലി ബെനിഫിറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്. ഇപ്പം ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സ്റ്റാഫിന്, ആ സ്കൂളിലുള്ള എല്ലാവർക്കും എന്താണ്, ഇതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്, ആശ്വാസം തന്നെയാണ്. ആൻഡ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ലേണിംഗ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഒരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവിറോൺമെൻറ്റ്, ഒരു പഠനാന്തരീക്ഷം അല്ലെ, ഒരു അത്തരത്തിലുള്ളൊരു ലേണിംഗ് എൻവിറോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും സഹായിക്കുകയും ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. സിൻസിയർലി അനീഷ്, സ്റ്റുഡൻറ്റ്, ക്ലാസ് 8, HSP പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കത്തെഴുതി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ഇതാ ആൻസർ ഇവിടെ എനി വൺ ഓഫ് ദി അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു എങ്ങനെ എനി വൺ ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾ ഈ കത്തെഴുതുക, അല്ലെങ്കിൽ ഏത് ഇപ്പോൾ ഓക്കെ ഏതെങ്കിലും ഒരു എനി വൺ ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സെക്ഷൻ ഇ ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ 2 ESP ഫോർ ഓഫീസ് യൂസ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ആദ്യത്തത്, വാട്ട് ആർ പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ്, വൈ ഈസ് ഇറ്റ് നെസസറി? എന്താണ് ഒരു ഇന്റർവ്യൂവിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നെസസറി ആവാൻ കാരണം, എന്തുകൊണ്ടാണത് അതിന് ഇത്ര പ്രാധാന്യം? ഓക്കെ, വാട്ട് ആർ പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ്, എന്തുകൊണ്ടാണത് അല്ലേ, വൈ ഇസ് ഇറ്റ് നെസസറി? ഓക്കെ, അതാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ് റെഫർ ടു ദ പ്രിപ്പറേഷൻസ് ആൻഡ് റിസർച്ച് ദാറ്റ് എ ജോബ് കാൻഡിഡേറ്റ് അണ്ടർടേക്സ് ബിഫോർ അറ്റൻഡിങ് എ ജോബ് ഇന്റർവ്യൂ. ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാൻഡിഡേറ്റ് ആ ഒരു ജോബിന് ദാറ്റ് എ ജോബ്, അതായത് ആ ഒരു ജോബിനെ കുറിച്ച്, ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു ജോലിയെക്കുറിച്ച് റിസർച്ച് നടത്തുകയും അതിന് വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ, അതിനെയാണ് പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ് ആർ നെസസറി ബിക്കോസ് എന്താണ് ഇനി പ്രീ ഇന്റർവ്യൂ ആക്ടിവിറ്റീസ് എന്തുകൊണ്ടാണ് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ജോബിനെ കുറിച്ച്, ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ റിസർച്ച് നടത്തി പോകണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം, എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ആ ഒരു വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തി പോകണം എന്ന് പറയുന്നത് എന്തിനാണ്? ദേ ആർ നെസസറി ബിക്കോസ്, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ദി കാൻഡിഡേറ്റ് ഫീൽ മോർ കോൺഫിഡൻറ്റ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ദി ഇന്റർവ്യൂ. ഓക്കെ, നമ്മളങ്ങനെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നമ്മളങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിന് നമുക്കൊരു കോൺഫിഡൻസ് വരും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിപ്പയർഡ് ആണ് എന്ന് നമുക്കൊരു സ്വയം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. പിന്നെയോ ഡെമോൺസ്ട്രേറ്റ് ദ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റ് ഇൻ ദി കമ്പനി ആൻഡ് ദി റോൾ. പിന്നെ ഷോ ദാറ്റ് ദി കാൻഡിഡേറ്റ് ഹാസ് ഡൺ ദെയർ ഹോംവർക്ക് ആൻഡ് ഈസ് സീരിയസ് അബൌട്ട് ദി ഓപ്പർച്യൂണിറ്റി. ആ ഒരു അവസരത്തിനെ കുറിച്ച്, ഒരു ജോലി അല്ലെ അത്രയും അത്യാവശ്യമാണ് അല്ലെ, എത്രത്തോളം സീരിയസ് ആണ് ആ ഒരു കാൻഡിഡേറ്റ്, അത്രമാത്രം സീരിയസ് ആണ് എന്നുള്ള ഒരു അത് കാണിക്കാൻ. പിന്നെയോ ഇൻക്രീസ് ദ കാൻഡിഡേറ്റ്സ് ചാൻസസ് ഓഫ് മേക്കിംഗ് എ പോസിറ്റീവ് ഇംപ്രഷൻ ആൻഡ് ലാൻഡിങ് ദി ജോബ്. ഓക്കെ, ആ ഒരു കാൻഡിഡേറ്റിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് തോന്നാൻ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ജോബ് ഈസി ആയിട്ട് കിട്ടാനൊക്കെ അല്ലേ, പെട്ടെന്ന് ആ ഒരു ജോലി കിട്ടാനൊക്കെ എളുപ്പമാണ്. നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് പോയാലേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രീ ഇൻ്റർവ്യൂ ആക്ടിവിറ്റീസ് നെസസറി ആണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വാട്ട് ആർ ദ സോഴ്സസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പനി? അപ്പോൾ നിങ്ങൾ അടുത്ത ഇതാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ആ ഒരു കമ്പനിയെ കുറിച്ച്, നമുക്ക് ഒരു കമ്പനിയെ കുറിച്ച് ഓക്കെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ എന്തൊക്കെ സോഴ്സസുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് സോഴ്സസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഹിയർ ആർ സം സോഴ്സസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പനി. നമുക്ക് കമ്പനിയെ കുറിച്ച്, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഇന്റർവ്യൂവിന് പോകുന്ന ഒരു കമ്പനിയെ കുറിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച്, ഒരു കമ്പനിയെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കും? കമ്പനി വെബ്സൈറ്റ്, പിന്നെ സോഷ്യൽ മീഡിയ, ന്യൂസ് ആർട്ടിക്കിൾസ്, ആനുവൽ റിപ്പോർട്ട്സ്, ഗ്ലാസ് ഡോർ, ലിങ്ക്ഡിൻ, ഇൻഡസ്ട്രി റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് ഈ സോഴ്സുകളൊക്കെ നമുക്ക് എന്താണ് ആ ഒരു കമ്പനിയെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന സോഴ്സുകളാണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അടുത്തെന്താണ് റിപ്പോർട്ട് റൈറ്റിങ്ങിന്റെ ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പം നമ്മൾ നേരത്തെ ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നു, അതുപോലെ ഇവിടെ ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 2 സിറ്റുവേഷൻസ്. ഓക്കെ, ഇതിൽ 2 ക്വസ്റ്റ്യൻസിൻ്റെ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. 2 റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 37ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസേഴ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലായിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു എവരിവൺ.